തിരുവാഭരണ ഘോഷയാത്ര നിലയ്ക്കൽ ശിവക്ഷേത്രത്തിൽ നിന്നും ഇപ്പോൾ വീണ്ടും യാത്ര തുടരുകയാണ്. മകരസംക്രമ സന്ധ്യയിൽ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണങ്ങളുമായുള്ള സംഘത്തിൻ്റെ യാത്രയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പം അടുത്തത് തിരുവാഭരണ തറയിലായിരിക്കും അല്ലേ? അത് നമ്മുടെ അട്ടത്തോട് അവിടെ ഇറക്കി വയ്ക്കും. എന്തൊക്കെ ചടങ്ങുകളാണ് ഇനി ബാക്കിയുള്ളത്? അതിനും ബാക്കിയുള്ളത് അട്ടത്തോടിൽ ഇറക്കി വെച്ചിട്ട് അവിടെ എല്ലാം പമ്പയ്ക്ക് ഉള്ള സാധനങ്ങളെല്ലാം കയറ്റി വിട്ടിട്ട് നേരെ അട്ടത്തോട് ഇറങ്ങിയിട്ട് നേരെ ചെറിയ നോട്ടം കഴിഞ്ഞ് നേരെ ശബരിപീഠത്തിലെത്തും. ഇരുമല കയറി ശബരിമല പീഠത്തിലെത്തി അവിടെ അത് കുറച്ച് നേരം ഇരിക്കും. അതിനുശേഷം ശരംകുത്തിയിലേക്ക് പോകും. ശരംകുത്തി ചെന്നാൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ വന്നിട്ട് സ്വീകരിച്ച് നമ്മുടെ തിരുവാഭരണം സന്നിധാനത്തേക്ക് കൊണ്ടുപോകും. ഇന്നത്തെ യാത്ര ഏകദേശം എത്ര മണിയോടുകൂടിയാണ് തുടങ്ങിയത്? 3 മണിക്ക് ഇറങ്ങിയതാണ്. 2 മണിക്ക് ഇറങ്ങിയതാണ്. നിലയ്ക്കൽ നിന്നും 2 മണിക്ക് ഇറങ്ങി. ഇപ്പം നിലയ്ക്കലല്ല, ലാഹേന്ന് ഭക്തരുണ്ട് വഴി നീളെ അല്ലേ? വഴി നീളെ ഉണ്ട്. നമ്മളിപ്പോൾ ഓരോ 50,000 സ്വാമിമാർ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. എന്തായാലും ഇന്നത്തെ മകരസംക്രമ സന്ധ്യയിൽ അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണങ്ങളുമായി ഉള്ള യാത്ര തുടരുകയാണ്. നിരവധി ഭക്തജനങ്ങളുടെ അനുഗ്രഹാശിസുകളോടുകൂടിയാണ് ഈ യാത്ര തുടരുന്നത്.